2025 ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയുടെ ഡേറ്റ് വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. പക്ഷേ ആദ്യത്തെ ഒരു ആവേശമൊന്നും പലർക്കും ഇപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്കിങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ആദ്യം തൊട്ട് FSO സ്വപ്നം കണ്ടത്? പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയിട്ടുണ്ടാവില്ലേ? അതെല്ലാം നിങ്ങൾ ഏതോ ഒരു സമയത്ത് പെട്ടെന്ന് വേണ്ടെന്ന് വെച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് മടി പിടിച്ച് പോയതല്ലേ? അങ്ങനെയുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കേൾക്കണം. ആദ്യം തന്നെ നിങ്ങൾക്കൊരു ആശ്വാസവാക്ക് പറയാം. ഏകദേശം 36,000 പേര് അപ്ലൈ ചെയ്ത ഒരു പരീക്ഷയായിരുന്നു ഇത്. പക്ഷേ കൺഫർമേഷൻ കൊടുത്തപ്പോൾ 10,000 പേരോളം കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. അതായത് 10,000 പേര് നിങ്ങളോട് മത്സരിക്കാൻ ഇല്ല. ഏകദേശം 26,000 പേര് മാത്രമാണ് ഈ പരീക്ഷ എഴുതുന്നത്. അത് കൺഫർമേഷൻ കൊടുത്തവരുടെ കണക്കാണ്. അത് ഇനിയും കുറയും. കൺഫർമേഷൻ കൊടുത്തെന്ന് കരുതിയിട്ടും എഴുതാതിരിക്കാനും അല്ലെങ്കിൽ എഴുതാൻ പറ്റാതെ പോകുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ടാവും. ഒരു ഏകദേശം 24,000 പേരോട് മാത്രം നിങ്ങൾ മത്സരിച്ചാലും മതി. ഈ പരീക്ഷ എഴുതാൻ പോകുന്നത് പലതരത്തിലുള്ള ആൾക്കാരാണ്. അതിൻ്റെ ഒരു കാറ്റഗറി ഞാൻ പറയാം. നിങ്ങൾ ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ഗ്രൂപ്പ് ഒരാവേശത്തിന് പഠിക്കാമെന്ന് കരുതി ചാടി പുറപ്പെട്ടു. ഇപ്പോൾ പഠിത്തം എവിടെ ആയെന്നോ പഠിക്കണോ വേണ്ടായോ എന്ന് പോലും അറിയാതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർ. രണ്ടാമത്തെ ആളുകൾ പഠിക്കാനായിട്ട് ബുക്സൊക്കെ വാങ്ങി പഠിച്ചു തുടങ്ങിയിരുന്നു, പകുതിയായപ്പം സ്റ്റോപ്പ് ചെയ്തു. മൂന്നാമത്തെ ആളുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് കോച്ചിങ് സെൻറ്ററിലൊക്കെ ജോയിൻ ചെയ്ത് കോച്ചിങ് നന്നാവാത്തത് കൊണ്ട് തന്നെ സ്വന്തമായിട്ട് പഠിച്ച് പക്ഷേ എങ്ങും എത്താത്ത രീതിയിൽ എത്തി നിൽക്കുന്നു. ഏറ്റവും അവസാനത്തെ കാറ്റഗറി അത്യാവശ്യം നന്നായിട്ടൊക്കെ പഠിച്ചു പോകുന്നുണ്ട്, പക്ഷേ പഠിച്ചതൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഇതിലേതിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു വീഡിയോ കേൾക്കുന്നത് പോലും മോട്ടിവേഷന് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. അല്ലാതെ ഞാനൊരു സ്റ്റഡി പ്ലാൻ പറഞ്ഞെന്ന് കരുതിയിട്ടോ ഞാൻ എന്തെങ്കിലും ട്രിക്ക് പറഞ്ഞെന്ന് കരുതിയിട്ടോ നിങ്ങൾക്കത് ഫോളോ ചെയ്യാനൊന്നും കഴിയത്തില്ല. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ വിചാരിക്കണം എങ്ങനെ പഠിക്കണമെന്ന്. ഈ ദൈവം തമ്പുരാൻ വന്നാൽ പോലും നിങ്ങൾക്ക് അദ്ദേഹം പറയുന്ന രീതിയിലൊന്നും പഠിക്കാൻ കഴിയില്ല. ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള സിദ്ധിയുണ്ട്. ആ രീതിയിലാണ് പഠിക്കുന്നത്. കുറച്ച് സ്റ്റഡി മോട്ടിവേഷൻ മാത്രമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മുമ്പിൽ എത്ര ദിവസമുണ്ടെന്ന് എണ്ണി നോക്കുക. മാസക്കണക്കല്ല, ദിവസങ്ങൾ നോക്കുക. ഇപ്പോൾ നവംബർ 27, അപ്പോൾ നവംബർ 27 തൊട്ട് ജനുവരി 18 വരെ എത്ര ദിവസം ഉണ്ടെന്ന് എണ്ണി നോക്കൂ. ഇത്രയും ദിവസമേ നിങ്ങളുടെ മുമ്പിൽ ഇനിയും ഉള്ളൂ. വളരെ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്രയും ദിവസങ്ങൾക്കിടയിൽ നിങ്ങളെ ആരാണ് ഇനി ഉന്തിത്തള്ളി പഠിക്കാൻ വിടുന്നത്? നിങ്ങൾ പഠിക്കുകയോ, നിങ്ങൾ പഠിച്ചാൽ അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നൊക്കെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങളുടെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു മാസവും 1.5 മാസമൊക്കെ നിങ്ങൾ മോട്ടിവേഷൻ കേട്ടുകൊണ്ടിരിക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് മോട്ടിവേഷനല്ല, ആ പഠിക്കാനുള്ളൊരു ആവേശമാണ്. ആരും നിങ്ങളുടെ പുറകിൽ വന്നിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടൊന്നും ഇരിക്കത്തില്ല. അയ്യോ പഠിക്കുന്ന ഒരിക്കലും ഒരാൾക്കും അതിനൊന്നും ഒരു സമയമില്ല. എല്ലാവരും അവരവരുടെ കാര്യം നോക്കിയാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ നിങ്ങൾ നോക്ക്. അവരെല്ലാം പഠിച്ച് ജോലി വാങ്ങിയും ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർ സെറ്റിലായിട്ടുണ്ടാവും. നിങ്ങളാണ് സെറ്റിലാവാതെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജോലി അത്യാവശ്യമാണ്, ആവശ്യമാണ്, ആഗ്രഹമല്ല, ആവശ്യമാണ്. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഓപ്ഷൻസ് ഇനിയും വരും, പല PSC കളും വരും. ആ PSC കൾ വരുമ്പോഴും നിങ്ങൾ ഇതേ ഉഴപ്പ് കാണിക്കും. എല്ലാ PSC യിലും നമ്മൾ പാസ്സാവണമെന്നില്ലല്ലോ. ഒരു 10 എണ്ണം എഴുതുമ്പോഴായിരിക്കും ഒരെണ്ണമെങ്കിലും നമ്മൾ പാസ്സാവുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് ആണ് നിങ്ങൾക്ക്. നിങ്ങളുടെ മുമ്പിൽ വെറുതെ ഒരുപാട് സമയമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഓവറായിട്ട് ചിന്തിക്കുന്നത്. അതായത് വെറുതെ ഇരിക്കുമ്പോൾ റീൽസ് കാണാൻ തോന്നും, പഠിക്കാൻ വയ്യാന്ന് മടി തോന്നും, പഠിച്ചാൽ വല്ലതും കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊരു ഡൗട്ടൊക്കെ വരും. അതേസമയം നിങ്ങളൊന്ന് ബിസിയായി നോക്കിക്കേ. രാവിലെ ഒരു 5 മണിക്ക് എഴുന്നേൽക്കുന്നു, 5 മണി തൊട്ട് 10 മണി വരെ പഠിക്കുന്നു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് 12 മണി തൊട്ട് ഒരു 2:30 വരെ പഠിക്കുന്നു, പിന്നെ ലഞ്ച് കഴിച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഒരു 4 മണിക്ക് ചായ കുടിച്ചിട്ട് വീണ്ടും പഠിക്കാനിരിക്കുന്നു, ഒരു 7:30 വരെ പഠിക്കുന്നു, 7:30 വീണ്ടും പ്രാർത്ഥിച്ചിട്ടൊക്കെ ശേഷം നിങ്ങൾ ഒരു 8:30 വീണ്ടും പഠിക്കാനിരിക്കുന്നു, ഒരു 10:30 വരെ വീണ്ടും പഠിക്കുന്നു. എന്നിട്ട് 10:30 നിങ്ങൾ ഉറങ്ങുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൈറ്റ് ഷെഡ്യൂളാണ്. നിങ്ങൾക്ക് വേറെ ചിന്തിക്കാനൊന്നും ഒരു സമയവും കിട്ടത്തില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ സമയം കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ പഠിക്കാൻ മാത്രമേ സമയം കിട്ടത്തുള്ളൂ. സോ ആ സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കാനൊന്നും ഒരു സമയം കിട്ടത്തില്ല. എങ്ങനെയും ഇന്നത്തെ ടോപ്പിക്സ് കവർ ചെയ്യണം എന്നുള്ള ടെൻഷൻ മാത്രമേ മനസ്സിൽ കാണത്തുള്ളൂ. ഇനി കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ ബിസി ആയിട്ടുള്ള അമ്മമാരാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഒക്കെ തന്നെയും ഇങ്ങനെ ടൈറ്റ് ഷെഡ്യൂൾ ഫോം ചെയ്യുക. നിങ്ങളുടെ പണികളെല്ലാം കഴിഞ്ഞിട്ട് പഠിക്കാനുള്ള സമയം മാത്രം സെറ്റ് ചെയ്യുക. വെറുതെ ചിന്തിക്കാൻ മനസ്സിന് സമയം കൊടുക്കരുത്. വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിതകാലം മൊത്തം ചിന്തിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. നിങ്ങൾ ജീവിതത്തിൽ എങ്ങും എത്തത്തില്ല. ചിന്തിക്കരുത്. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ സമയങ്ങളിൽ പഠിക്കുക. നിങ്ങൾ അതിൻ്റെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, ആ റിസൾട്ട് എന്തായാലും കുഴപ്പമില്ല, ഞാൻ ഒരു 90-99% പഠിച്ചിട്ടേ പോകുന്നുള്ളൊരു വാശി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലിസ്റ്റിൽ കയറും. ചിന്തിക്കുന്ന അവിടെ ഇരുന്ന് ചിന്തിക്കത്തേ ഉള്ളൂ. ചിന്തിക്കായിരുന്നു. ഇത്രയും മാസങ്ങളൊക്കെ വെറുതെ ഉണ്ടായിരുന്നു. ഇനി അതിനുള്ള സമയമല്ല നിങ്ങൾക്ക്. ഇപ്പോഴും പല കുട്ടികൾ
കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എത്ര ആയിരുന്നു, ഈ പ്രാവശ്യം കട്ട് ഓഫ് എത്ര ആയിരിക്കും, എന്തിനാണ് നിങ്ങൾ കട്ട് ഓഫ് തിരക്കുന്നത്? ഞാൻ പറയുന്ന കട്ട് ഓഫോ അല്ലെങ്കിൽ പഴയ കട്ട് ഓഫോ ആയിരിക്കുമോ അടുത്ത എക്സാമിന്? നിങ്ങൾ കട്ട് ഓഫിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഒരു 80% മുകളിൽ മാർക്ക് വാങ്ങണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അല്ലാതെ കട്ട് ഓഫ് വെച്ചിട്ടല്ല പഠിക്കുന്നത്. നിങ്ങൾ ആദ്യം പരീക്ഷ എഴുത്. ഇനിയിപ്പോൾ ഞാനൊരു 60 കട്ട് ഓഫ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 60-നുള്ളിൽ വരുമോ? അത്രയ്ക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഒരു 80 കട്ട് ഓഫ് വന്നാലും ഞാൻ അതിനകത്ത് ഉണ്ടാവണം. ആ രീതിയിൽ പഠിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ കട്ട് ഓഫ് തിരക്കിയല്ല വേണ്ടത്. പിന്നെ ചില കുട്ടികൾ ചോദിക്കുന്നത് എത്ര വേക്കൻസി ഉണ്ടായിരിക്കും, പഠിച്ചാൽ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടോ? നിങ്ങൾ ആദ്യം പഠിച്ച് ലിസ്റ്റിൽ വരാൻ നോക്ക്, മെയിൻ ലിസ്റ്റിൽ വരാൻ നോക്ക്. അതാണ് നിങ്ങളുടെ മിടുക്ക്. ഒരു വേക്കൻസി ആയിക്കോട്ടെ, 50 വേക്കൻസി ആയിക്കോട്ടെ, നിങ്ങൾ അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ജോലി കിട്ടും. അല്ലാതെ എനിക്ക് 100 വേക്കൻസി ഉണ്ടെങ്കിലേ ഞാൻ പഠിക്കത്തുള്ളൂ എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ എക്സ്ക്യൂസാണ്. നിങ്ങൾക്ക് പഠിക്കാൻ വയ്യ, നിങ്ങൾക്ക് മടിയാണ്. അതേസമയം ഒരു പോസ്റ്റ് ആണെങ്കിലും ഞാൻ കയറിയിരിക്കും എന്ന വാശിയോട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ വന്നിരിക്കും. ഈ എത്ര പോസ്റ്റ് ഉണ്ടെന്ന് ചോദിക്കുന്ന എല്ലാ മടിയന്മാരും മടിച്ചുകളുമാണ്. നിങ്ങൾ ഒരിക്കലും പോസ്റ്റ് അന്വേഷിക്കരുത്. അത് ഒരു പോസ്റ്റ് ആണെങ്കിൽ പോലും ഞാൻ കയറിയിരിക്കും എന്നുള്ള വാശിയോടുകൂടി പഠിക്കുക. ഇനി ചിലരുടെ ഡൗട്ട്, പഠിച്ചതെല്ലാം മറന്നു പോവുക, എന്ത് ചെയ്യാൻ പറ്റും? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം നിങ്ങൾ പഠിച്ചത് കൊണ്ടാണല്ലോ മറന്നത്. നിങ്ങൾ പഠിക്കാത്ത ഒരു വ്യക്തിയായിരുന്നെങ്കിൽ നിങ്ങളിതൊന്നും മറക്കില്ലായിരുന്നല്ലോ. കാരണം നിങ്ങൾക്ക് ഓർക്കാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടാണ് നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നത്, അല്ലേ? സോ നിങ്ങൾ മിടുക്കനാണ്. നിങ്ങളപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും റിവൈസ് ചെയ്യുക. അല്ലാതെ നമ്മളൊരു കാര്യം പഠിച്ച് 1-2 പ്രാവശ്യം വായിച്ചു എന്ന് കരുതിയിട്ട് ഫുൾ ടൈം മെമ്മറിയിലിരിക്കാൻ നമ്മൾ വലിയ അത്ഭുത മനുഷ്യരൊന്നുമല്ല. എല്ലാവരും സാധാരണ മനുഷ്യർ തന്നെയാണ്. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും റിവിഷൻ ചെയ്ത് നോക്കുക, ഓർത്തെടുക്കാൻ ശ്രമിക്കുക, മറന്നു പോകുന്നത് വീണ്ടും റെഫർ ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മളിതൊക്കെ ഓർത്തെടുക്കുന്നത്. അതൊന്നും വലിയ പാടുള്ള കാര്യങ്ങളൊന്നുമല്ല റിവിഷൻ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ മരിക്കുന്ന കാലം വരെയും റിവിഷൻ ചെയ്യാനൊന്നുമല്ലല്ലോ പറയുന്നത്. ഈ ഒരു 1.5 മാസം റിവിഷൻ ചെയ്യാനല്ലേ പറയുന്നുള്ളൂ. അതൊന്നും ഒരു വലിയ കാര്യമല്ല. ഈ റാങ്ക് ഹോൾഡേഴ്സ് എല്ലാം തന്നെ ഇങ്ങനെ റിവിഷൻ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു നിലയിൽ എത്തിയിട്ടുള്ളത്. സോ നിങ്ങൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണത്. ഇനി കുറച്ച് പേരെ പരാതി, പഠിക്കാൻ മൂഡ് കിട്ടുന്നില്ല. നിങ്ങൾക്ക് എന്നാണ് ഇനി മൂഡ് കിട്ടുന്നത്? പരീക്ഷ കഴിഞ്ഞിട്ട്, പരീക്ഷ റിസൾട്ട് വന്നിട്ടാണോ? നിങ്ങൾ എപ്പോഴും വീട്ടുകാരുടെ കംഫർട്ട് സോണിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ മൂഡില്ലാത്തത്. നിങ്ങൾക്ക് ഫുഡിന് ഫുഡ് കിട്ടുന്നുണ്ട്, ഡ്രസ്സിന് ഡ്രസ്സ് കിട്ടുന്നുണ്ട്, ഫോണിന് ഫോൺ കിട്ടുന്നുണ്ട്, പൈസയ്ക്ക് പൈസ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ മുമ്പിലുണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ ജോലി ഇല്ലെങ്കിൽ എന്താ? വീട്ടുകാരെല്ലാം തരുന്നുണ്ടല്ലോ. ആ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ജോലി അത്യാവശ്യമായിട്ട് തോന്നാത്തത്. ജോലി അത്യാവശ്യമായിട്ട് തോന്നുന്നവന്, നല്ല ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുത്തന് പഠിക്കാൻ മൂഡിൻ്റെ ആവശ്യമില്ല. അവന് ഒരു അല്പസമയം കിട്ടിയാൽ പോലും അവൻ ബുക്ക് എടുത്ത് വെച്ച് പഠിക്കും. കാരണം അവന് പഠിച്ച് ജോലി വാങ്ങിച്ച് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹവും ആവശ്യവും ഉണ്ടായിരിക്കും. നിങ്ങൾക്കതില്ല. നിങ്ങളിങ്ങനെ സുഖിച്ച് ജീവിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ മൂഡ് വരാത്തത്. നമ്മളുടെ വീട്ടുകാർക്ക് എത്ര പൈസ ഉണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ ഹസ്ബൻഡിനോ വീട്ടുകാർക്കോ ആർക്കാണെങ്കിലും എത്ര പൈസ ഉണ്ടെങ്കിലും അതിലൊന്നും ഒരു കാര്യമില്ല. സ്വന്തമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഒരു പൈസ ഏൺ ചെയ്ത് അതിൽ ജീവിക്കുമ്പോഴാണ് അഭിമാനം എന്ന് പറയുന്നത്. അല്ലാതെ മറ്റുള്ളവരുടെ, നമ്മുടെ വീട്ടുകാരുടെ പൈസ കണ്ടിട്ടല്ല നമ്മൾ ഒരിക്കലും ജീവിക്കേണ്ടത്. നാളെ ആ ഒരു ഹെൽപ്പ് നമുക്ക് ആ സൈഡിൽ നിന്ന് ഉണ്ടാവണം എന്നില്ല. അവർക്ക് എന്നും ആരോഗ്യവും കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കേണ്ടി വരും. ആ സമയത്ത് നിങ്ങളെ ആര് ഹെൽപ്പ് ചെയ്യും? നാളെ നമ്മൾ ആരുടെ മുമ്പിലും കൈ നീട്ടരുത്. അതൊരു പെണ്ണായാലും ആണായാലും. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും കഷ്ടപ്പെട്ട് ജോലി വാങ്ങുന്നത്. അല്ലാതെ വെറുതെ ചുമ്മാ ഒരു ടൈം പാസിനല്ലല്ലോ പലപ്പോഴും ജോലി വാങ്ങുന്നത്. നമ്മൾ ജീവിക്കുന്ന കാലത്ത് നന്നായിട്ട് ജീവിക്കുക. FSO എഴുതുന്ന കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണുള്ളത്. അതിലും കൂടുതൽ ആൾക്കാർ വീട്ടമ്മമാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോലി അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്യാൻ ഹസ്ബൻഡ് ഉണ്ടാവും, വീട്ടുകാരുണ്ടാവും. പക്ഷേ ആ ഒരു സോഴ്സസൊക്കെ നമുക്ക് എന്നും കൂടെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ഇനി കൂടെ ഉണ്ടെങ്കിൽ പോലും സ്വന്തമായിട്ട് ഏൺ ചെയ്ത് ജീവിക്കുന്നതിൻ്റെ ഒരു ത്രില്ല് വേറെ തന്നെയാണ്. ആ ഒരു ത്രില്ല് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടണം. ഈ ഒരു ജോബ്, അതായത് FSO ജോബ് എന്ന് പറയുന്നത് ഒരു പോലീസ്, ഒരു SI പോസ്റ്റിന് ഈക്വൽ ആയിട്ടുള്ളൊരു ജോബാണ്. ഒരു ഗ്ലാമർ ജോബാണെന്ന് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ടല്ലോ. കാരണം നമ്മളിപ്പോൾ ഒരു ഫുഡ് കമ്മീഷണറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനേക്ക് തൊട്ട് താഴെയൊക്കെ തന്നെ വരുന്ന പോസ്റ്റാണ്. ഇത്രയും വലിയ ഒരു പോസ്റ്റിലൊക്കെ എത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. സോ നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ വലിയ പോസ്റ്റുകൾ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതായത് എപ്പോഴും ഇതിൻ്റെ വേക്കൻസികൾ വിളിക്കത്തില്ലല്ലോ. സോ നിങ്ങൾക്ക് കിട്ടുന്ന വേക്കൻസികൾ മാക്സിമം നിങ്ങൾ തന്നെ അതിനകത്ത് കയറാൻ നോക്കുക. നന്നായിട്ട് പഠിക്കുക. ഈ 1.5 മാസം ഒന്നും ആലോചിക്കാതിരിക്കുക. ഇന്ന് തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം ഒരു 6 മണിക്കൂർ സ്പ്ലിറ്റ് ചെയ്തിട്ട് പഠിച്ചാൽ മതി. ഓരോ മണിക്കൂറായിട്ട് സ്പ്ലിറ്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ 2 മണിക്കൂർ വെച്ചിട്ട് എങ്ങനെയാലും 6 മണിക്കൂർ പഠിക്കുക. പലരും പരസ്പരം പഴിചാരിയും കോച്ചിങ് സെൻറ്റേഴ്സിനെ കുറ്റം പറഞ്ഞിട്ടും ബുക്സിനെ കുറ്റം പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ സമയം കളയുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ മുമ്പിൽ എന്ത് സോഴ്സാണോ ഉള്ളത് അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് തരാൻ പറ്റുന്ന നോളജിന് എല്ലാവർക്കും ലിമിറ്റുണ്ട്. അത് കോച്ചിങ് ആണെങ്കിലും ബുക്കാണെങ്കിലും എല്ലാം ലിമിറ്റുള്ള കാര്യങ്ങളാണ്.
കൂടുതൽ നമ്മൾ സെർച്ച് ചെയ്ത് പഠിക്കുക. നമ്മളൊരു ടോപ്പിക്ക് എവിടെയെങ്കിലും നോക്കി പഠിക്കുന്നു, ഈ കോച്ചിങ് സെൻറ്റർ നോട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് നോക്കി പഠിക്കുന്നു. അതിനുശേഷം മാക്സിമം നിങ്ങൾ റെഫർ ചെയ്ത് അത്രയും ടോപ്പിക്സും കൂടെ, അതായത് ഇപ്പം പാസ്ചറൈസേഷൻ ഞാൻ എപ്പോഴും എക്സാമ്പിൾ പറയുന്നതാണ്, അത് നിങ്ങൾ നോട്ട്സൊക്കെ വായിച്ച ശേഷം ഒരു 1-2 നോട്ട്സോ അതായത് ഗൂഗിളിലോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് എക്സ്ട്രാ ഒരു കുറച്ച് 1-2 പോയിൻറ്റും കൂടെ എഴുതി വെക്കുക. അത്രയും മാത്രം മതി. ഓവർ ഡീപ്പായിട്ട് പഠിക്കണമെന്നല്ല പറയുന്നത്. ഈ പ്രാവശ്യം എക്സാം കുറച്ച് ഡീപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഒരു 50% ഡീപ്പ്, 50% സാധാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാരണം 5 സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ, 20 മാർക്ക് വെച്ചിട്ടാണ്. സോ അവരെന്തായാലും ആ 20 മാർക്കിൽ 10 മാർക്ക് ഡീപ്പാക്കും, 10 മാർക്ക് കുറച്ച് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലും ആക്കും. ഇങ്ങനെ ആവാനാണ് എനിക്ക് തോന്നുന്നത്. സാധ്യത അങ്ങനെ ആയിരിക്കും. കാരണം ആദ്യമായിട്ടാണ് ഈ 20 മാർക്കിനൊക്കെ വരുന്നത്. അതുകൊണ്ട് ആ നിലവാരത്തിൽ പഠിക്കുക. ക്വസ്റ്റ്യൻസ് ആ രീതിയിലായിരിക്കും ചോദിക്കുന്നത്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ മുൻകൂട്ടി കണ്ട് വേണം പഠിക്കേണ്ടത്. ഒരിക്കലും പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ശരിയായില്ല, ഞാൻ അതല്ലായിരുന്നു റെഫർ ചെയ്യേണ്ടത്, അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് മുന്നിൽ കണ്ടിട്ട് വേണം പഠിക്കേണ്ടത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ കുറച്ചുകൂടെ വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് കിട്ടാൻ കുറച്ച് പാടാണ്. കാരണം നേരത്തെ അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് നമുക്ക് ഫുഡ് സേഫ്റ്റിയിലൊന്നും അധികം നടന്നിട്ടില്ലല്ലോ. പക്ഷേ നിങ്ങൾ ഏത് ടോപ്പിക്സ് പഠിക്കുമ്പോഴും ഇതൊക്കെ ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വന്നേക്കാം എന്ന് മുന്നിൽ കണ്ട് പഠിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഈ വരാൻ പോകുന്ന ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ചിലപ്പോൾ പുതിയ രീതിയായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എനിക്കോ അല്ലെങ്കിൽ കോച്ചിങ് സെൻറ്റേഴ്സിനോ മറ്റു ടീച്ചേഴ്സിനോ ഒന്നും പറഞ്ഞു തരാൻ കഴിയില്ല. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല, ആർക്കും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ പരമാവധി കിട്ടുന്ന നോളജ് എല്ലാം നമ്മൾ മാക്സിമം സ്റ്റോർ ചെയ്ത് വെക്കുക, മാക്സിമം പഠിക്കുക, റിവിഷൻ ചെയ്യുക. സമയം കളയാനില്ല. നിങ്ങൾ ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ മാക്സിമം ടൈം ടേബിൾ ചെയ്തിട്ട് നന്നായിട്ട് പഠിച്ച് തുടങ്ങുക. നമ്മൾക്ക് 7 വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. 7 ഗ്രൂപ്പിലും നിങ്ങൾ എല്ലാ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യരുത്. 7 ഗ്രൂപ്പിലും നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്.